സാറേ, അവരെയൊക്കെ വിട്ടയച്ച സ്ഥിതിക്ക് എന്നെ കൂടി. അതെ, അവരെയൊക്കെ അന്വേഷിച്ച് അവരുടെ കുടുംബക്കാരും വന്നു. നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരട്ടെ, അപ്പൊ വിടാം. എവനെയൊക്കെ തിരക്കി ആര് വരാൻ? നടുറോട്ടി കിടന്ന് ചത്താ പോലും തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല. അവസാനം നമ്മൾ തന്നെ കാണും. അജ്ഞാത ശവം മോർച്ചറിയിലെത്തിക്കാൻ കുറെ നേരം കൂടി അവിടെ കിടക്കട്ടെ. നടുറോട്ടി കാണുന്ന വയ്യാവേലിയിലൊക്കെ തലയിടാനുള്ള ആ ആഗ്രഹം ഒന്ന് തീരുമല്ലോ. അല്ല പിന്നെ. എക്സ്ക്യൂസ് മീ. സിറ്റ് ഡൗൺ പ്ലീസ്. താങ്ക് യു. ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന സലീം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഇഫ് യു ഡോണ്ട് മൈൻഡ് അയാളെ വിട്ടയക്കണം. ആർക്കും പരാതിയില്ലാത്തതുകൊണ്ട് കേസ് എടുത്തിരുന്നില്ല. കൊണ്ടുപോയിക്കോളൂ. ആ സലീമിനെ ഇറക്കി വിട്ടേക്കൂ. ശരി സാർ. ഞാനിങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാ സലീമിന്റെ കാര്യമായി വരേണ്ടി വന്നത്. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എന്റെ സിസ്റ്ററിനെ 2 മാസമായിട്ട് കാണാനില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഇത്. സിന്ധു ആൻഡ് അനിരുദ്ധൻ, വെരി ഫെമിലിയർ നെയിംസ്. യെസ് യെസ്, അത് തന്നെ. എന്താണ് സാർ? ഈ അനിരുദ്ധൻ ഏകദേശം 1 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു, തന്റെ ഭാര്യ സിന്ധുവിനെ കാണാനില്ലെന്ന് പരാതിയുമായി. ഇത് തന്നെ. മിസ്റ്റർ അനിരുദ്ധന്റെ പരാതി പ്രകാരം അന്വേഷിച്ചിരുന്നു, ബട്ട് പിന്നെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ല. ഇതിലെഴുതിയിരിക്കുന്ന അഡ്രസ് ഞാൻ അന്വേഷിച്ചിരുന്നു. ആ വീട് മറ്റാർക്കും വിറ്റിരിക്കുകയാണ്. അനിരുദ്ധന് മിസ്സിംഗ് ആണ്. പൂവർ ബോയ്. അന്ന് എന്നെ കാണാൻ വരുമ്പോഴേ അയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആരാവുമെന്ന് വല്ല ഊഹവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ ആരെയോ ഭയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോ ഭാര്യയെ കാണാതായതിനു പിന്നാലെ ഭർത്താവും. ഇറ്റ്സ് സ്ട്രേഞ്ച്. ഞാൻ അന്വേഷിക്കാം. പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ. ധൈര്യമായിരിക്കും. താങ്ക് യു സർ. For more updates, like, comment, subscribe to our channel.